ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരയണം എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു കടലിൽ വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം, ഒരല്പമേ വിശ്വാസം ഉള്ളെങ്കിലും അതിനെ നമ്മൾ വർദ്ധിപ്പിക്കണം. എങ്ങനെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുന്നത്? ദൈവവചനം നമ്മൾ കേൾക്കണം, ദൈവവചനം നമ്മൾ വായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുവാൻ ഈ പിതാവ് മതിയായവനാ എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഉണ്ട് വിശ്വാസം, എന്നാൽ അത് വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് എന്റെ ഉള്ളിൽ എനിക്ക് ഈ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു തരണം, വർദ്ധിക്കണം. എനിക്ക് വർദ്ധിക്കണമെങ്കിൽ ഞാൻ ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം. ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതലായിട്ടുണ്ടാകാൻ തുടങ്ങും. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എനിക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ എനിക്കൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്റെ കർത്താവിനെ നടത്തുവാൻ മതിയായവനാണെന്ന്. ഇവിടെ യേശു പറഞ്ഞ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിനക്കൊരു ശകലമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ എന്ത് ആഗ്രഹിക്കുന്നോ, നീ എന്ത് ചോദിക്കുന്നോ കർത്താവിനോട് അത് തരുവാൻ കർത്താവ് മതിയായവനാണ്. നീ ചോദിക്കുമ്പോൾ തന്നെ നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്റെ കർത്താവ് ഇതെനിക്ക് തരുമെന്ന്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്, നമ്മൾ കർത്താവിനോട് ചോദിക്കും, എന്നാൽ പലപ്പോഴും ഉറപ്പില്ല ഇത് കിട്ടുമോ ഇല്ലയോ. എനിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം ഞാൻ ആരോടാ ചോദിക്കുന്നത്, എന്റെ ആവശ്യം ഞാൻ ആരോടാ പറയുന്നത്, ഈ കർത്താവ് എനിക്ക് തരുവാൻ മതിയായവനാണ്. അവിടെയാണ് നിന്റെ വിശ്വാസം. അതാ എബ്രായരുടെ വചനം പറഞ്ഞു, വിശ്വാസം എന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയവും. നീ ഒന്നും കാണുന്നില്ലായിരിക്കാം, എന്നാൽ നീ കണ്ടു വിശ്വാസത്തോടെ കണ്ടോണം. നിന്റെ ആത്മാവിൽ നീ കണ്ടോണം. നീ എന്താ ആഗ്രഹിക്കുന്ന നീ ആത്മാവിൽ കാണണം ആദ്യം, എന്നിട്ട് അത് കർത്താവിൽ നിന്നും പ്രാപിച്ചെടുക്കണം. വിശ്വാസം കേൾവിയാലും, വിശ്വാസം എങ്ങനെ നമ്മുടെ ഉള്ളിൽ കേൾവിയാലും ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വചനത്താലും ഉണ്ടാകുന്നു. ദൈവവചനത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് തുടങ്ങും. നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവിനോട്. അല്പം വിശ്വാസിയാകാതെ നിങ്ങൾ ഓരോരുത്തരും വിശ്വാസമുള്ളവരായി, ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കും. പ്രിയപിതാവേ, സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇത് കേട്ട വചനം പോലെ കർത്താവെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ വിഷയത്തിൽ ആരൊക്കെ ഭാരപ്പെടുന്നു, യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിന്റെ മേൽ അപ്പ നീ വിശ്വാസത്തെ പകർന്നിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അപ്പ നീ അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഓരോരുത്തരുടെയും ഭാരത്തെ നീ മാറ്റി കർത്താവെ അവരുടെ ജീവിതത്തിൽ അപ്പ നീ അത്ഭുതം വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. അപ്പ നീ മതിയായവനാകിയാൽ, നീ വിടുവിക്കുവാൻ മതിയായവനാകിയാൽ സ്തോത്രം ചെയ്തു. കർത്താവെ, പൂർണ്ണ വിടുതലപ്പ നിന്റെ മക്കൾക്ക് നീ കൊടുത്തിരിക്കുക സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ബ്ലീഡിങ്ങുമായിട്ട് ഭാരപ്പെടുന്ന വ്യക്തിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബ്ലീഡിങ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അതിന്റെ പൂർണ്ണ സൗഖ്യവും മകൾക്കപ്പ നീ കൊടുത്തിരിക്കുക സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹരണ്യ അതിലോട്ട് ഭാരപ്പെടുന്ന വ്യക്തിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാ മകന് നീ കൊടുത്തിരിക്കുക സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.